നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തംബ്നെയിലിൽ കാണിച്ച പോലെ ഒരു ലോട്ടറി അടിച്ച കാര്യം പറയാനാണ് കേട്ടോ. തംബ്നെയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് തംബ്നെയിലല്ല, സത്യമായിട്ട് ലോട്ടറി അടിച്ചത് ഏത് രൂപത്തിലാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഞാൻ മീഷോയിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന സമയത്തെ മഹാസെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ മുമ്പും അങ്ങനെ എന്തോ മഹാസെയിൽ നടന്നപ്പോഴായിരുന്നു ഞാനന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത്. ഈ പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ മീഷോ നോക്കാം, ചുമ്മാ കയറി നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഹോം ഡെക്കേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചൊന്ന് അലങ്കരിച്ചൊക്കെ വയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് റൂം റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മളെക്കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ, അല്ല ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് മീഷോ തന്നെയാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായ ഒരു കാര്യം. കാരണം ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് സാധനങ്ങൾ വരണ വരെയും നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ വന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ മതിയല്ലോ എന്ന് കരുതി. അപ്പോൾ ഇത് മീഷോയിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഓരോ ദിവസമായിട്ടല്ലോ, ഒരുമിച്ചല്ലല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നാണ് ലാസ്റ്റ് ഒരെണ്ണം വന്ന് തീർന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോയി കാണാം പോരെ. ആദ്യം ഞാൻ കാണിക്കുന്നത്, ഞാൻ ഈ നിൽക്കുന്നിടത്ത് തന്നെ ഉണ്ട് സംഭവം. ബാക്കിൽ കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഇതാണ് കേട്ടോ. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഒത്തിരി വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാനിത് ഫ്രണ്ട് ക്യാമിൽ വെച്ചെടുക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങോട്ടാണ് നോക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനാണ്. ഞാൻ ഫ്രണ്ട് ക്യാമിലാണ് എടുക്കുന്നത്. അപ്പോൾ സംഭവം ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇത് കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് വാങ്ങിച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ബാക്കിൽ നിങ്ങൾ ഇത് കണ്ടിട്ട്, ഇതും മീഷോന്ന് മുമ്പ് വാങ്ങിച്ചതാണേ. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ ഇതാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത് ഈ സംഭവമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് 1-2 ഫ്രണ്ട്സ് പറഞ്ഞു, എടാ വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ചത് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. ഇത് വന്നിട്ട് റേറ്റ് ഇത് 3 സ്റ്റാൻഡ്സ് ആയിട്ടാണ്, ഇങ്ങനെ 3 എണ്ണം ഉണ്ടായത്. ഇത് ഇപ്പോൾ ഇങ്ങനെ നല്ല നീളമുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് കാണാൻ പറ്റുമോ? നല്ലതാണ്. ഇത്രയും ഇങ്ങനെ പോയി ഇത് ഇത്രയും ഇവിടെ ഇത്രയും നീളമുണ്ട്. ഇത് ഞാനിങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെറുതെ ഇങ്ങനെ ഇവിടെ കൊളുത്തിയിട്ടുന്നേ ഉള്ളൂ സംഭവം. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അത് വന്നിട്ട് 110, ഞാൻ ഇവിടെ നോക്കിയാൽ പറയുന്നു. അത് വന്നിട്ട് 110 രൂപയാണേ. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾ ഈ 110 രൂപയ്ക്കൊക്കെ ഭയങ്കര സംഭവം ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, തീരെ മോശമൊന്നുമല്ല, നല്ല ഭംഗിയുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കുറച്ച് ലൈറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാധനം. ഇനി അടുത്തെന്താ നോക്കണ്ടേ പോരെ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വന്നപ്പോൾ ഓരോ പാക്കറ്റായിട്ട് എടുത്ത് ടേബിളിൽ വെച്ച് കാണിക്കണം. മുമ്പ് ഞാൻ കാണിച്ച പോലെ കാണിക്കണം എന്ന് ആദ്യം വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല, ഇതിങ്ങനെ പല ദിവസങ്ങളിലാണ് വന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ക്ഷമ തീരെ ഇല്ലാത്ത ഒരാളാണ്. എനിക്കിതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാൻ ഭയങ്കര ഒരു വെപ്രാളം കാണിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും, കയറി നോക്കണം എല്ലാവരും. ഞാനിത് കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ പിക്ചർ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം അടുത്തത് എന്താണെന്നുള്ളത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതാണ് അടുത്ത സംഭവം കേട്ടോ. ഞാൻ ക്യാമറ കുറച്ചുകൂടെ അടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് സംഭവം ഉണ്ടല്ലോ. ഈ ഫ്ലവർ ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ മുമ്പ് മീഷോൻ്റെ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഫ്ലവർ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു വാൾ ഹാങ്ങിങ്, എന്താ സംഭവം പറയണേ, വുഡൻ വാൾ ഹാങ്ങിങ് ആണ്. നമ്മുടെ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ആ സംഭവങ്ങളൊക്കെ ഇറങ്ങിയ ഒരു സമയത്ത് ട്രെൻഡിങ് ആയ ഒരു സംഭവമുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ അബുദാബിയിൽ വെച്ചിട്ടും ഡേ ടു ഡേയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിയതാണ്. പക്ഷെ നല്ല ക്വാളിറ്റിയും. ഞാനിതിപ്പോൾ ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇവിടെ ചെറിയ ഫ്ലവർ വേസ് വേണമെങ്കിൽ വെക്കാം. ഇതിപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഈ വുഡൻ ഹാങ്ങിങ്ങിന് 150 റുപ്പീസാണ്. പിന്നെ വന്നിട്ട് ഈ ബട്ടർഫ്ലൈസ് അപ്പുറം ഇപ്പുറം. ഇത് ആക്ച്വലി ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ വലുതാണെന്നാണ് കരുതിയത്. പക്ഷേ ഇതാണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ, തീരെ ചെറുതൊന്നുമല്ല. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റേറ്റ് വന്നിട്ട് അത് രണ്ടും കൂടെയാണ് 131 ആണ്, 131 രൂപയാണ് ഇത് രണ്ടും കൂടെ. ഭയങ്കര രസമല്ലേ. അപ്പോൾ അത് ചെറിയൊരു റേറ്റേ ഉള്ളൂ ഇതിനെല്ലാം. ഞാൻ കണ്ടുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ റേറ്റിലേക്ക് നമുക്ക് വീട് മനോഹരമാക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഷോയിലൊക്കെ അടിപൊളി പ്രോഡക്റ്റ്സ് ഉണ്ട് കേട്ടോ. ഞാനിതൊന്ന് ഒന്ന് ട്രയൽ നോക്കാമെന്ന് കരുതിയിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത്
ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇത് 146 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. കണ്ടോ, ഇത് നമുക്ക് വാൾ സ്റ്റിക്കറായിട്ട് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റിയാണ്. എന്താ പറയുക, ഒറിജിനൽ മിറർ പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അടുത്തോട്ട് കുറച്ച് കാണിച്ചു തരാം. കണ്ടോ, ഒറിജിനൽ മിറർ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് നമ്മുടെ ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചതാണ്. നമ്മൾ ഈ കയറി വരണേ നമ്മുടെ ഹാളിൽ, കോറിഡോറിൽ, അങ്ങനെയൊക്കെ നമുക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കേ കോറിഡോറിലൊക്കെ ഒട്ടിച്ച് വയ്ക്കാം. കയറി വരുമ്പോൾ നമുക്ക് നേരെ കാണുന്നിടത്ത് ഒട്ടിച്ച് വയ്ക്കാം. നല്ല ഭംഗിയുണ്ട്. അത് 146 രൂപയുള്ളൂ കേട്ടോ ഇതിന്. അടുത്ത ഞാൻ വാങ്ങിയത്, ഞാൻ ഇതിന് മുന്നേ മീഷോന്ന് ചപ്പൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി സാധനം തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് വൈറ്റ് ചപ്പലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ 540 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക്. ഇതാണ് സംഭവം. നല്ല ഭംഗിയുണ്ട്. കാലിലിട്ട് കഴിയുമ്പോൾ സൂപ്പറാണ്. ഭയങ്കര ഹൈ ഹീൽസ് ഒന്നും അല്ല, പക്ഷേ നല്ല രസമാണ് കാണാൻ. നല്ല ക്വാളിറ്റി ആട്ടോ. ഷൂട്ടോപ്പിയ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ബ്രാൻഡ്. ഷൂട്ടോപ്പിയ അതാണ് ബ്രാൻഡ്. ഇത് കാലിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട്. സൂപ്പറാണ്. ഇടാൻ നല്ല കംഫർട്ടബിളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു 2 പീസ് ഡ്രസ്സാണ് കേട്ടോ. കുർത്തി സെറ്റാണിത്. ഇത് എനിക്ക് വാങ്ങിച്ചതല്ല, ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു, വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലതാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞു. അവൾ നോക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നാണ് ഇതെൻ്റെ കയ്യിൽ കിട്ടിയത്. എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. അത്ര അടിപൊളിയൊരു സംഭവമുണ്ട് ഇത്. ഞാൻ വിചാരിച്ചത് ഞാൻ എന്തുകൊണ്ട് ഇത് വാങ്ങിച്ചില്ല എന്നുള്ളത്. ഇത് ആക്ച്വലി സൈസ് ഇപ്പോൾ എനിക്കിത് 3XL ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അവൾക്ക്. പക്ഷേ എനിക്ക് 3XL എനിക്ക് കറക്റ്റ് ആവേണ്ടതാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയപ്പോൾ എനിക്കൊരു ഇച്ചിരി ടൈറ്റ് ഉണ്ട് ടോപ്പ്. അപ്പോൾ എനിക്കറിയില്ല സൈസ്. അപ്പോൾ ഞാൻ അടുത്ത സൈസ് എനിക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. കാരണം അത്ര അടിപൊളി. നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും ഇതാണ് ലോട്ടറി അടിച്ചത് വേണമെങ്കിൽ പറയാവുന്നത്. കാരണം ഇതിൻ്റെ ഒരു ക്വാളിറ്റി, ഇതിൻ്റെ വർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റേറ്റിന് അൺബിലീവബിൾ. അത്ര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. സംഭവം ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാനിത് മിസ്സായതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് 3XL ഉള്ളൂ ലാസ്റ്റ് സൈസ്. 3XL ഓർഡർ ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ പെട്ടേനെ. പക്ഷേ ഇത് ഭയങ്കര സൂപ്പറാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇത് വന്നിട്ടുണ്ടല്ലോ ജോർജറ്റ് മെറ്റീരിയലാണ്. ഈ വർക്ക് നിങ്ങൾ ഇതിൽ കാണുന്ന ഈ വർക്കെല്ലാം ഒറിജിനൽ ത്രെഡാണ്. പെയിൻറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. കൈയുടെ അറ്റത്ത് ഇങ്ങനെയുണ്ട്, സ്ലിറ്റിൻ്റെ സൈഡിലുണ്ട്. എവിടെ സ്ലിറ്റിൻ്റെ ഇവിടെ സ്ലിറ്റിൻ്റെ സൈഡിൽ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. താഴെ അറ്റം വരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ വർക്കാണെങ്കിലും ഈ ഫുള്ളിങ്ങനെ വന്നിട്ടുണ്ട്. കണ്ടോ, ഫുൾ താഴെ വരെ ഈ വർക്ക് വരുന്നുണ്ട്. ഈ വർക്ക് നിങ്ങൾക്ക് ഞാൻ അടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാം. നോക്കിയേ, എന്ത് അടിപൊളിയാണെന്നറിയാമോ ഇത് സംഭവം. നല്ല ലെങ്ത്തും ഉണ്ട്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സൈസിൻ്റെ ഒരു ഇഷ്യൂ ആണ്. സൈസിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3XL ആർക്ക് 3XL എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കിത് ഇച്ചിരി പിടുത്തമുണ്ട് ടോപ്പ്. അപ്പോൾ നിങ്ങൾ സൈസ് നോക്കിയിട്ട് വാങ്ങിക്കൂ കേട്ടോ. ബാക്കി ഈ റേറ്റിന് ഇത് ഒന്നും പറയാനില്ല. ഇതിൽ പാൻറ്റ് വന്നിട്ട് പാരൽസ് പോലെയാണ്. ഇങ്ങനെയാണ് വരുന്നത്. അറ്റത്ത് കണ്ടോ, ബോട്ടത്തിൽ അറ്റത്തായിട്ട് ഇങ്ങനെ വർക്കും വരുന്നുണ്ട്. ഇങ്ങനെ പാരൽസ് പോലെയാണ് വരുന്നത്. ലൈനിങ്ങും ഉണ്ട് കേട്ടോ. ഇവിടെ എലാസ്റ്റിക്കാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 646 അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. ഈ റേറ്റിന് ഒന്നും പറയാനില്ല മക്കളെ. ലോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബമ്പർ ലോട്ടറിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. സൈസ് കറക്റ്റ് അറിയാവുന്നവർക്കൊക്കെ സുഖമായിട്ട് വാങ്ങിക്കാം. ഞാൻ ഇതിൻ്റെ ഈ ഒരു കളറേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ കളേഴ്സ് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നല്ല ചൂട്, വിയർക്കുവാണ് ഇവിടെ നിന്നിട്ട്. പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂട് തുടങ്ങി തിരുവനന്തപുരത്ത്. ആർക്കൊക്കെ ഇത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയട്ടോ. കാരണം ഭയങ്കര ചൂട്. 2 ദിവസമായിട്ട് ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും എന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വിയർത്തിരിക്കുവാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെയാണ് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തത്. എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്,
താല്പര്യമുള്ളവർ പോയി വാങ്ങിക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അതിന് മുന്നേ വീണ്ടും എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ.